ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് ലോക്സഭയിൽ നടക്കും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതുനിരീക്ഷകർ ഇന്ന് സംസ്ഥാനത്തെത്തും. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനി കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ചർച്ച നടത്തി. UAEയിൽ നടന്ന അക്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ നാവികരും കപ്പലുകളും സുരക്ഷിതരെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് പെട്രോളും ഡീസലും മതിയായ അളവിൽ ലഭ്യമെന്ന് പെട്രോളിയം മന്ത്രാലയം. ഓർലിയൻസ് മാസ്റ്റേഴ്സ് സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും മാളവിക ബെൻസോദും ഇന്ന് മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. 2026-27 സാമ്പത്തിക വർഷത്തെ കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും ലോക്സഭയിൽ ഇന്ന് നടക്കും. ആഭ്യന്തരം, വിദേശകാര്യം, ഊർജ്ജ മന്ത്രാലയങ്ങൾക്ക് കീഴിലുള്ള ധനാഭ്യർത്ഥനകളും ചർച്ചയ്ക്കും വോട്ടെടുപ്പിനുമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നലെ ധനവിനിയോഗ ബിൽ 2026 പാർലമെന്റ് പാസാക്കിയിരുന്നു. ഇന്നലെ നടന്ന ചർച്ചയ്ക്ക് ശേഷം രാജ്യസഭ ബിൽ ലോക്സഭയിലേക്ക് തിരിച്ചയച്ചു. ലോക്സഭ നേരത്തെ തന്നെ ബില്ലിന് അംഗീകാരം നൽകിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച അസം, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. ഈ മാസം 23 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി. 24-നാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. 26 വരെ പത്രിക പിൻവലിക്കാം. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. കേരളത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായ മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം സജീവമാക്കിയിട്ടുണ്ട്. 55 സ്ഥാനാർത്ഥികളുമായി കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ പുറത്തിറക്കി. പാലക്കാട്, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലൊഴികെ സിറ്റിംഗ് MLA-മാർ മത്സരരംഗത്തുണ്ട്. കെ മുരളീധരൻ വട്ടിയൂർക്കാവും, VD സതീശൻ പറവൂരും, രമേശ് ചെന്നിത്തല ഹരിപ്പാടും, സണ്ണി ജോസഫ് പേരാവൂരും മത്സരിക്കും. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയും ഇന്നലെ പ്രഖ്യാപിച്ചു. 25 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തും, KM ഷാജി വേങ്ങരയിലും, പെരിന്തൽമണ്ണ നജീബ് കാന്തപുരവും, ജയന്തിരാജൻ കൂത്തുപറമ്പിലും ജനവിധി തേടും. മങ്കട, മഞ്ഞളാംകുഴി, പേരാമ്പ്ര ഫാത്തിമ തഹിലിയ എന്നിവർ മത്സരിക്കും. കേരള കോൺഗ്രസും 8 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫും, ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടനും, തിരുവല്ലയിൽ വർഗീസ് മാമനും ജനവിധി തേടും. NDA ഘടകകക്ഷിയായ 2020, തൃപ്പൂണിത്തുറ, ഏറ്റുമാനൂർ തുടങ്ങി വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഏറ്റുമാനൂരിൽ വീണ നായരും, പെരുമ്പാവൂരിൽ ലക്ഷ്മിപ്രിയയും, കൊടുങ്ങല്ലൂരിൽ വർഗീസ് ജോർജുമാണ് 2020 സ്ഥാനാർത്ഥികൾ. CPIM 81 പേരുടെയും CPI 25 പേരുടെയും BJP 47 സ്ഥാനാർത്ഥികളുടെയും പട്ടിക കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറക്കിയിരുന്നു. കേരള കോൺഗ്രസ് M, NCP, BDJS ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കേരളം, പുതുച്ചേരി, അസം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനും 6 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾക്കുമായി 1111 നിരീക്ഷകരെ വിന്യസിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 557 പൊതുനിരീക്ഷകരെയും 188 പോലീസ് ഒബ്സർവർമാരെയും 366 ചെലവ് നിരീക്ഷകരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്. കേരളത്തിൽ 40 പൊതുനിരീക്ഷകരെയും 17 പോലീസ് ഒബ്സർവർമാരെയും 40 ചെലവ് നിരീക്ഷകരെയുമാണ് വിന്യസിച്ചത്. ചെലവ് നിരീക്ഷകർ സംസ്ഥാനത്ത് ഇന്നലെ എത്തി. പൊതുനിരീക്ഷകർ ഇന്നെത്തും. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വാഹനങ്ങളുടെ ഉപയോഗം സംബന്ധിച്ച് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായുള്ള വീഡിയോ വാനുകൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മുൻകൂർ അനുമതി നേടിയിരിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം വീഡിയോ വാനുകളുടെ ഉപയോഗം മോട്ടോർ വാഹന നിയമത്തിലെ വിവിധ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടും ആയിരിക്കണം. ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും വിവരങ്ങൾ സ്ഥാനാർത്ഥികൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറെയോ ചുമതലപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരെയോ അറിയിക്കുകയും വേണം. പ്രചാരണ വേളയിൽ വീഡിയോ വാഹനങ്ങൾക്ക് അനുമതി നൽകുന്നതിനും വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുമായി മാനന്തവാടി RTOയെ തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിൽ ട്രാൻസ്പോർട്ട് നോഡൽ ഓഫീസറായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യുന്നവർ ഈ മാസം 20-നകം അപേക്ഷ നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷന്റെ പോർട്ടലിൽ നിന്ന് ഡൌൺലോഡ് ചെയ്തെടുത്ത ഫോം 12D-യിൽ ബൂത്ത് തല ഓഫീസർ മുഖേനയോ നേരിട്ട് റിട്ടേണിംഗ് ഓഫീസർക്കോ നൽകാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 85 വയസ്സ് പിന്നിട്ടവർക്കും 40% ഭിന്നശേഷിയുള്ളവർക്കുമാണ് വീട്ടിൽ വോട്ട് ചെയ്യാനാവുക. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 291 സ്ഥാനാർത്ഥികളുടെ പട്ടിക തൃണമൂൽ കോൺഗ്രസ് പുറത്തിറക്കി.
294 മണ്ഡലങ്ങളുള്ള പശ്ചിമബംഗാളിലെ ബാക്കി 3 മണ്ഡലങ്ങളിൽ തൃണമൂൽ സഖ്യകക്ഷികളായ ഭാരതീയ ഗോർഖ പ്രജാതന്ത്രിക് മോർച്ച മത്സരിക്കും. മുഖ്യമന്ത്രിയും പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂരിൽ മത്സരിക്കും. ബിജെപിയുടെ സുവേന്ദു അധികാരിയാണ് എതിർ സ്ഥാനാർത്ഥി. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് ഈ മാസം 23 വരെ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ നാവികരും കപ്പലുകളും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവവികാസങ്ങൾ വിശദീകരിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയതല വാർത്താ സമ്മേളനത്തിൽ ഇന്നലെ വിവിധ വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുത്തു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗൾഫ് മേഖലയിൽ കുടുങ്ങിയ 161 ഇന്ത്യൻ നാവികരെ തിരിച്ചെത്തിച്ചതായി തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ പറഞ്ഞു. രാജ്യത്ത് പെട്രോളും ഡീസലും ആവശ്യത്തിന് ലഭ്യമാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാൻ ഉൾപ്പെടെ 2 ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് മേഖലയിൽ സംഘർഷം കനത്തത്. വിശദാംശങ്ങളിലേക്ക്. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ സുരക്ഷാ മേധാവി അലി ലാരിജാനിയും ബാസിജ് സേനാ തലവൻ ഗുലാം റസ സുലൈമാനിയും കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെയുള്ള പോരാട്ടത്തിൽ നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു അലി ലാരിജാനി. അതിനിടെ ഇറാഖ് തലസ്ഥാനമായ ബഗ്ദാദിലും ഖത്തർ തലസ്ഥാനമായ ദോഹയിലും ഇറാൻ വ്യോമാക്രമണങ്ങൾ നടത്തി. ബഗ്ദാദിലെ അതിസുരക്ഷാ പ്രദേശത്തുള്ള US എംബസിക്ക് നേരെ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായതായും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒന്നിലധികം തവണ ആക്രമണത്തെ ചെറുത്തതായും ഇറാഖി അധികൃതർ വ്യക്തമാക്കി. ആക്രമണങ്ങൾ കടുത്തതോടെ UAEയും അതീവ ജാഗ്രതയിലാണ്. അതേസമയം ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഫ്രാൻസ് ഇടപെടൽ നടത്താൻ സന്നദ്ധമാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ പറഞ്ഞു. എന്നാൽ ഇറാനുമായി ചർച്ച നടത്തി സമാധാനപരമായ രീതിയിൽ മാത്രമേ ഈ നീക്കം നടത്താവൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതിഗതികളും ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയും സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. UAEയിൽ നടന്ന ആക്രമണങ്ങളിൽ നിരപരാധികൾ കൊല്ലപ്പെടുകയും സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നാശനഷ്ടമുണ്ടാവുകയും ചെയ്തതിനെ ഇന്ത്യ അപലപിച്ചു. എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്ന് പശ്ചിമേഷ്യയിലേക്കും തിരിച്ചും 50 വിമാന സർവീസുകൾ നടത്തും. ഷെഡ്യൂൾ ചെയ്ത 26 സർവീസുകളും ഷെഡ്യൂൾ ചെയ്യാത്ത 24 സർവീസുകളുമായിരിക്കും ഉണ്ടാവുകയെന്ന് എയർ ഇന്ത്യ പ്രസ്താവനയിൽ പറഞ്ഞു. ഖത്തർ എയർവേസ് ഇന്നലെ ഇന്ത്യയിലേക്ക് 5 വിമാന സർവീസുകൾ നടത്തി. 1600-ലധികം ഇന്ത്യൻ പൌരന്മാരെ രാജ്യത്തെത്തിച്ചതായി ദോഹയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്നു മുതൽ വിമാന സർവീസുകൾ വിപുലീകരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും എംബസി അറിയിച്ചു. അമേരിക്കയുടെ ഭീകരവിരുദ്ധ കേന്ദ്രത്തിന്റെ തലവൻ ജോ കെന്റ് രാജിവെച്ചു. ഇറാനുമായുള്ള അമേരിക്ക-ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജി. അമേരിക്കയ്ക്ക് ഇറാൻ ഭീഷണി ഉയർത്തുന്നില്ലെന്നും ഇസ്രായേലിന്റെ സമ്മർദ്ദം മൂലമാണ് അമേരിക്ക യുദ്ധം ആരംഭിച്ചതെന്നും കെന്റ് രാജിക്കത്തിൽ പറയുന്നു. അതേസമയം വൈറ്റ് ഹൌസ് ഇതുവരെ കത്തിന് മറുപടി നൽകിയിട്ടില്ല. ഇറാനെതിരെയുള്ള സൈനിക നീക്കത്തിൽ ഭൂരിഭാഗം നാറ്റോ സഖ്യകക്ഷികളും സഹകരിക്കാൻ വിസമ്മതിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൈനിക നടപടികളിൽ ഒപ്പം ചേരാൻ മടിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ നീക്കങ്ങളോട് എല്ലാ രാജ്യങ്ങളും യോജിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ഇറാന്റെ സൈനിക ശേഷിയെ വൻതോതിൽ US തകർത്തു കഴിഞ്ഞതായും അതിനാൽ തുടർ നീക്കങ്ങളിൽ സഖ്യകക്ഷികളുടെ സഹായം ആവശ്യമില്ലെന്നും ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഓർലിയൻസ് മാസ്റ്റേഴ്സ് സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങളായ കിഡംബി ശ്രീകാന്തും ആയുഷ് ഷെട്ടിയും മാളവിക ബെൻസോദും തൻവി ശർമ്മയും ഇന്ന് മാറ്റുരയ്ക്കും. ഇന്നലെ നടന്ന 2 ക്വാളിഫയറുകളിൽ വിജയിച്ച് ഇന്ത്യയുടെ ആകർഷി കശ്യപ് വനിതാ സിംഗിൾസിൽ ഇടം നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. 2026-27 സാമ്പത്തിക വർഷത്തെ കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് ലോക്സഭയിൽ നടക്കും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതുനിരീക്ഷകർ ഇന്ന് സംസ്ഥാനത്തെത്തും. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനി കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ചർച്ച നടത്തി. UAEയിൽ നടന്ന ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ നാവികരും കപ്പലുകളും സുരക്ഷിതരെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് പെട്രോളും ഡീസലും മതിയായ അളവിൽ ലഭ്യമെന്ന് പെട്രോളിയം മന്ത്രാലയം.
ഓർലിയൻസ് മാസ്റ്റേഴ്സ് സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും മാളവിക ബെൻസോദും ഇന്ന് മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.